ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എക്സിന് കൊടുക്കാൻ പറ്റാവുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഡൊമെയിൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ആദ്യത്തെ സെറ്റിനകത്തുള്ള എലമെൻറ്റിനെയാണല്ലോ നമ്മൾ ജനറലി എക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇമേജ് വൈ ആണെങ്കിൽ വൈ നമ്മൾ രണ്ടാമത്തെ സെറ്റിനകത്തുള്ള എലമെൻ്റായിട്ട് ആണ് കരുതുന്നത് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെറ്റിനകത്തുള്ള എലമെൻറ്റും വൈ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിനകത്തുള്ള എലമെൻറ്റുമാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസാണ് ഡൊമെയിൻ അല്ലേ. ആരോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സിൽ നിന്നായിരിക്കുമല്ലോ. എക്സിൻ്റെ എന്തൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ എക്സിന് കൊടുക്കാൻ പറ്റാവുന്ന വാല്യൂസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇത് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാം, സോ ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി ഡിഫൈൻഡ് ആയാൽ മതി. അപ്പോൾ എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാം, ഇത് ഡിഫൈൻഡ് ആവണം, അത്രയും മാത്രമേ ഉള്ളൂ. ഈ എക്സ്പ്രഷൻ ഡിഫൈൻഡ് ആയാൽ മാത്രം മതി, വേറൊന്നും പേടിക്കാനില്ല. എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാം അതാണ് അറിയേണ്ടത്. ഇത് ഡിഫൈൻഡ് ആവണമെങ്കിൽ ഇത്രയും മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആയാൽ അത് ഡിഫൈൻഡ് ആണ്. ശരിയാണോ? ന്യൂമറേറ്റർ 0 ആവേ നെഗറ്റീവ് ആവേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഡിനോമിനേറ്റർ 0 ആകുമ്പോഴാണ് ഇത് നോട്ട് ഡിഫൈൻഡ് ആവുന്നത്. ഉദാഹരണത്തിന് ലൈക്ക് 2/0, 7/0 എക്സിട്ര നോട്ട് ഡിഫൈൻഡ് ആണ്. ഒരു നമ്പറിനെ നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇത് ഡിഫൈൻഡ് ആവണമെങ്കിൽ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആയാൽ മാത്രം മതി, വേറൊന്നും പേടിക്കാനില്ല. ന്യൂമറേറ്റർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പോൾ ഇത് നോട്ട് ഈക്വൽ ടു 0 ആവുന്ന രീതിയിൽ എക്സിന് എന്തൊക്കെ വാല്യൂ പോസിബിൾ ആണോ അതെല്ലാം ഡൊമെയിനിൽ വരും. ഇത് സോൾവ് ചെയ്യണം. ഇത് നോട്ട് ഈക്വൽ ടു 0, ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? എക്സ് സ്ക്വയർ എന്നുള്ളത് വേണമെങ്കിൽ 1x സ്ക്വയർ എന്ന് എഴുതിക്കോ, മൈനസ് 8x പ്ലസ് 12. അതല്ലെങ്കിൽ ഞാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാമല്ലോ. എക്സ് സ്ക്വയറിൽ തുടങ്ങുന്ന ഒരു പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യണത് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. എക്സ് സ്ക്വയറിൽ തുടങ്ങുന്ന ഒരു പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാൻ ബ്രാക്കറ്റ് എക്സ് സ്പേസ് എന്ന് എഴുതി വെക്കാം. എക്സ് സ്ക്വയറിൽ തുടങ്ങുന്ന ടേം കേട്ടോ, എക്സ് സ്പേസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഓർമ്മയുണ്ടോ? എന്നിട്ട് നമ്മൾ ചെയ്യണത് മിഡിൽ നമ്പർ സമ്മായിരിക്കണം. ഞാൻ ഇവിടെ എഴുതാം. മിഡിൽ നമ്പർ അതായത് -8, മിഡിൽ നമ്പർ സമ്മായിരിക്കണം, ലാസ്റ്റ് നമ്പർ പ്രോഡക്റ്റ് ആവണം. അങ്ങനത്തെ രണ്ട് നമ്പറുകൾ ഈ സ്പേസിനകത്ത് എഴുതണം. എക്സ് സ്ക്വയറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ സമ്മ് മിഡിൽ നമ്പർ അതായത് -8ഉം പ്രോഡക്റ്റ് തേർഡ് നമ്പറും ആവുന്ന രണ്ട് നമ്പറുകൾ. ഏതൊക്കെ നമ്പറുകളാണ്? ഞാൻ എഴുതട്ടെ, -2ഉം -6ഉം. കാരണം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 വരുന്നുണ്ട്, ആഡ് ചെയ്യുമ്പോൾ -8 വരുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് നമ്പറും ഈ സ്പേസിൽ എഴുതാം, -2 -6. നോട്ട് ഈക്വൽ ടു 0 വരണം അല്ലേ. ഇത് രണ്ടിൻ്റെ പ്രോഡക്റ്റ് 0 ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ x2 ആവാൻ പാടില്ല. കാരണം x2 ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഇത് 0 ആവുമല്ലോ. x2 ആവുമ്പോൾ 2 - 2 0 ആവുമല്ലോ. ആൻഡ് x6നോട് ഈക്വൽ ആവാൻ പാടില്ല. കാരണം x6 ആവുമ്പോഴും 6 - 6 0 ആവുന്നുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് 0 ആവരുത് എന്നുണ്ടെങ്കിൽ x2നോടും ഈക്വൽ ആവാൻ പാടില്ല, 6നോടും ഈക്വൽ ആവാൻ പാടില്ല. വേറെ ഏത് നമ്പർ വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ x2 ആവാൻ പാടില്ല, 6 ആവാൻ പാടില്ല. അങ്ങനത്തെ ഏത് നമ്പർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസാണ്. അപ്പോൾ എക്സിന് എന്ത് റിയൽ വാല്യൂ വേണമെങ്കിലും കൊടുത്താലും കുഴപ്പമില്ല, എക്സെപ്റ്റ് 2 and 6. അപ്പോൾ r-2, 6 എന്ന് എഴുതിയാൽ മതി. ഇതിൻ്റെ അർത്ഥം എന്താണ്? എക്സിന് എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം, എക്സ്ക്ലൂഡിങ് 2 and 6. ഓക്കെ.